ചിറ്റൂർപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. രാജ്യത്താകെ 334 പാർട്ടികളുടെ രജിസ്ട്രേഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗ ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. നാലാം ക്ലാസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ പിതാവിനെയും രണ്ടാനമ്മയെയും മാവേലിക്കര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആദിക്കാട്ടുകുളങ്ങര, കഞ്ചുകോട്, പൂവണ്ണം തടത്തിൽ അൻസർ, രണ്ടാം ഭാര്യ ഷെഫീന എന്നിവരാണ് മാവേലിക്കര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. അൻസറിനെ പത്തനംതിട്ട കടമാംകുളം ആതിരമലയിൽ നിന്നും ഷെഫീനയെ കൊല്ലം ചക്കുവള്ളിയിൽ ബന്ധുവീട്ടിൽ നിന്നും വെള്ളിയാഴ്ച വൈകുന്നേരമാണ് പിടികൂടിയത്. പാലക്കാട് ചിറ്റൂർപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. കോയമ്പത്തൂർ കർപ്പകം കോളേജ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. രാമേശ്വരം സ്വദേശി ശ്രീ ഗൗതം, കോയമ്പത്തൂർ സ്വദേശി അരുൺ എന്നിവരാണ് മരിച്ചത്. ചിറ്റൂർ ഷൺമുഖം കോസ് വേയിലാണ് അപകടമുണ്ടായത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ പുഴയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കോസ് വേയുടെ ഓവിൽ കുടുങ്ങിയാണ് അപകടം. ഒഴുക്കിൽപ്പെട്ട ശ്രീ ഗൗതമിനെ രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചെങ്കിലും ആശുപത്രിയിലെത്തിയപ്പോഴേക്കും മരിച്ചു. അമ്പൂരിയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ പുലി ചത്തു. ഇന്നലെ നെയ്യാറിലെ പരിചരണ കേന്ദ്രത്തിലേക്കാണ് പുലിയെ മാറ്റിയത്. പുലിയെ നിരീക്ഷിക്കാനായി 2 വാച്ചർമാരെയും നിയോഗിച്ചിരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് പുലിയെ കൂട്ടിനുള്ളിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. റബ്ബർ ടാപ്പിങ്ങിന് പോയ പ്രദേശവാസിയാണ് കാട്ടുവള്ളിയിൽ കുരുങ്ങിയ നിലയിൽ ഇന്നലെ പുലിയെ കണ്ടത്. തുടർന്ന് ഇന്നലെ ഉച്ചയോടെ ഡോക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ പുലിയെ മയക്കുവെടി വെച്ചു. ആന്തരിക അവയവങ്ങൾക്കേറ്റ പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 3 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രാജ്യത്താകെ 334 പാർട്ടികളുടെ രജിസ്ട്രേഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. അംഗീകാരമില്ലാത്ത പാർട്ടികളെയാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ഇതോടെ സംഭാവനകൾ സ്വീകരിക്കാനുള്ള അനുമതിയും ആദായ നികുതി ഇളവും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നഷ്ടമാകും. സംസ്ഥാനത്ത് ഒഴിവാക്കിയത് 7 പാർട്ടികളെയാണ്. ഒഴിവാക്കിയതിൽ RSPB, RSPM, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി, സെക്യുലർ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി, ദേശീയ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി, സെക്യുലർ, നേതാജി ആദർശ് പാർട്ടി എന്നിവയുടെ അംഗീകാരമാണ് റദ്ദാക്കിയത്. ആലപ്പുഴ ജില്ലയിലെ കിച്ചേരിക്കടവ് പാലം നിർമ്മാണത്തിനിടെ അപകടമുണ്ടായ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകി. നിർമ്മാണ ചുമതലയിൽ ഉണ്ടായിരുന്ന പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനാണ് മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. ജമ്മു കശ്മീരിലെ കുൽഗാമിൽ ഭീകരരും സൈനികരും തമ്മിൽ ഏറ്റുമുട്ടൽ. 2 സൈനികർക്ക് വീരമൃത്യു. കഴിഞ്ഞ 9 ദിവസമായി തുടരുന്ന ഭീകരവിരുദ്ധ ഓപ്പറേഷൻ അഖൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഏറ്റുമുട്ടൽ. ചിനാർ കോറിയിലെ ലഫ്റ്റനന്റ് നായിക് പ്രിത്പാൽ സിംഗ്, സിബോയ് ഹർമിന്ദർ സിംഗ് എന്നിവരാണ് ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച സൈനികരെന്ന് അധികൃതർ അറിയിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. 1 ഭീകരനെ വധിച്ചതായും സൈന്യം എക്സിൽ പോസ്റ്റ് ചെയ്തു. വെടിവയ്പ് ഇപ്പോഴും തുടരുകയാണെന്നും സൈന്യം അറിയിച്ചു. ഭീകരരെ കണ്ടെത്തുന്നതിനായി ഡ്രോൺ സംവിധാനവും ഉപയോഗിക്കുന്നുണ്ട്. ഡൽഹിയിൽ മതിലിടിഞ്ഞ് വീണ് 2 കുട്ടികൾ ഉൾപ്പെടെ 8 പേർ മരിച്ചു. തെക്ക് കിഴക്കൻ ഡൽഹിയിലെ ജയ്പൂരിലാണ് അപകടം. കനത്ത മഴയെ തുടർന്നാണ് മതിലിടിഞ്ഞ് വീണത്. പരിക്കേറ്റവരെ സഫ്ദർ ജംഗ് ആശുപത്രിയിലും എയിംസിലും പ്രവേശിപ്പിച്ചു. രാത്രിയിൽ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് മതിലിടിഞ്ഞ് വീണതെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ ഐശ്വര്യ ശർമ്മ പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രി മുതൽ ഡൽഹിയിൽ തുടർച്ചയായി കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് മതിൽ തകർച്ചയുണ്ടായത്. പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ വെളിപ്പെടുത്തി വ്യോമസേനാ മേധാവി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ 5 യുദ്ധവിമാനങ്ങളും 1 വലിയ വിമാനവും വെടിവെച്ചിട്ടെന്നാണ് എയർ മാർഷൽ AP സിംഗിന്റെ വെളിപ്പെടുത്തൽ. ഇതാദ്യമായാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻസ് ആക്രമണം ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്നത്. ബംഗളൂരുവിൽ പൊതുചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു എയർ മാർഷൽ.
റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇന്ത്യയെ അകറ്റാൻ പതിറ്റാണ്ടുകളായി US നടത്തിവരുന്ന ശ്രമങ്ങളെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തകർത്തുവെന്ന് മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് മേൽ ഉയർന്ന തീരുവ ചുമത്തിയ നടപടി ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന്റെ വിമർശനം. റഷ്യയെ ദോഷകരമായി ബാധിക്കാൻ ഉദ്ദേശിച്ചുള്ള ദ്വിതീയ താരിഫ് ഇന്ത്യയെ റഷ്യയുമായും ചൈനയുമായും കൂടുതൽ അടുപ്പിക്കുമെന്നും ഒരുപക്ഷെ USനെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുമെന്നും ബോൾട്ടൺ ചൂണ്ടിക്കാട്ടി. ജനയുഗ ഓൺലൈൻ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.